ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് കേരള ഹിസ്റ്ററിയാണ്. കേരള PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100ഓളം ചോദ്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പറയുന്നുണ്ട്. എല്ലാ എക്സാമിനും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇത്. റിപ്പീറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനിയും ഇതുപോലെ വീഡിയോസുമായി ഞാൻ വരുന്നതാണ്. സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ സി 1931. 1931 നവംബർ 1 സമരം ആരംഭിച്ചത്. നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന കെ കേളപ്പനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യവുമായാണ് ഈ സമരം നടന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി AK ഗോപാലൻ. 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ ആയിരുന്നു. ഈ സമരത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ ആയിരുന്നു. അയിത്തത്തിനെതിരെയും ക്ഷേത്രപ്രവേശത്തിനായും നടന്ന കേരളത്തിലെ സുപ്രധാന സമരങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഉത്തരം ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ആധുനിക കാലത്തെ അത്ഭുതം, ദ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത്. സവർണർക്കും അവശവിഭാഗങ്ങൾക്കും ഒരുപോലെ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താൻ ഇത് വഴിതെളിച്ചു. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത് ആരാണ്? കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അമിതമായ ഇടപെടലുകൾക്കും നികുതി നയങ്ങൾക്കുമെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിതമായ കലാപമാണ് ആറ്റിങ്ങൽ കലാപം. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ആലപ്പുഴ ജില്ലയിലെ കൈനക്കരയിൽ ജനിച്ചു. അതെറ്റാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്. 2. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ശരിയാണ്. 3. ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മന്നാനം പ്രസ്സിൽ നിന്ന് അടിച്ചിറക്കി.
അത് തെറ്റാണ്. അത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ്. പൊയ്കയിൽ യോഹന്നാൻ അല്ല. 4. അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. അതും ശരിയാണ്. ഇതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? 1. മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം. അത് തെറ്റാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ് ആരംഭിച്ചത്. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയാണ്. 2. വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അത് ശരിയാണ്. 3. കുമാര ഗുരുദേവൻ ആത്മവിദ്യാസംഘം. അത് തെറ്റാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭയാണ് സ്ഥാപിച്ചത്. 4. പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം. അതും ശരിയാണ്. ഇതിൽ ശരിയായ ജോഡികൾ 2ഉം 4ഉമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി അരുവിപ്പുറം ക്ഷേത്രം. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വേളയിലാണ് അവിടുത്തെ ശിലയിൽ ശ്രീനാരായണ ഗുരു കൊത്തിവെച്ചത്. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറക്കൽ സമരം നടന്ന സ്ഥലം ഏതാണ്? ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വി ടി ഭട്ടതിരിപ്പാട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ആക്കുക. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ആക്കുക. 1. കുണ്ടറ വിളംബരം. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. 2. വൈക്കം സത്യാഗ്രഹം 1924 നടന്നത്. 3. മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം 1921 നടന്നത്. 4. മലയാളി മെമ്മോറിയൽ 1891 നടന്നിട്ടുള്ളത്. അപ്പോൾ കാലഗണനാക്രമത്തിൽ ആദ്യം കുണ്ടറ വിളംബരം, പിന്നീട് മലയാളി മെമ്മോറിയൽ, പിന്നീട് മാപ്പിള ലഹള, പിന്നീട് വൈക്കം സത്യാഗ്രഹമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1865. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക്. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ്? താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ്? തന്നിരിക്കുന്നത് 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം. അത് ശരിയാണ്. കീഴരിയൂർ ബോംബ് കേസ് ബന്ധപ്പെട്ടതാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു നിയമലംഘന സമരം അതും ബന്ധപ്പെട്ടതാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം അത് തെറ്റാണ്. അതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്?
1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കെ കേളപ്പൻ. 1932 നിവർത്തന പ്രക്ഷോഭം പ്രധാനമായും തിരുവിതാംകൂറിലെ ഈഴവ മുസ്ലിം ക്രൈസ്തവ വിഭാഗത്തിൽ ചേർന്ന് നടത്തിയതാണ്. ഇതിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവർ. ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഉത്തരം ഓപ്ഷൻ സി, വടകര. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, ടി പ്രകാശൻ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്ന പ്രഖ്യാപനം നടത്തി. അത് ശരിയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അതും ശരിയാണ്. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു. അത് തെറ്റാണ്. അത് വൈകുണ്ഠസ്വാമികളാണ്. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അത്. മനുഷ്യസ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ബന്ധമില്ലാത്ത പ്രസ്താവന. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ, കുമാര ഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, വില്യം കീലിംഗ്. വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഏതെല്ലാം? വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. അത് ശരിയാണ്. നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു. അതും ശരിയാണ്. നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. അതും ശരിയാണ്. എല്ലാം ശരിയുത്തരങ്ങളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നാലാമത്തതാണ് ശരിയായിട്ടുള്ളത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ടി കെ മാധവൻ. 1924 വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളുടെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? 1. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. അത് ശരിയാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അതും ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. തെറ്റാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അതും ശരിയാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. സമത്വ സമാജം സ്ഥാപിച്ചു എന്നിവയൊക്കെ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അതുമാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ
ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ എ രാമൻ നമ്പെ. 1812 കുറിച്യ കലാപം നടന്നിട്ടുള്ളത്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ 1924. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അരയ സമാജം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റുകളായി പറയുക. ചോദ്യം: പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിക്കപ്പെട്ട സ്ഥലം ഏതാണ്? 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ തൃശ്ശൂർ. സാമൂഹ്യരംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? സാമൂഹ്യരംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതാണ്? മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ചാന്നാർ ലഹള. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി രാമനമ്പി. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 1956 നവംബർ 1. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും
നെഹ്റുവിനൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി വി.പി. മേനോൻ. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? തന്നിരിക്കുന്നത് 1. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു, അത് ശരിയാണ്. 2. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു, അതും ശരിയാണ്. 3. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു, അതും ശരിയാണ്. 4. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി, അത് തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ 1, 2, 3 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. സവർണജാഥ ഇതോട് അനുബന്ധിച്ച് നടന്നതാണ്, അത് ശരിയാണ്. 2. ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, അത് ശരിയാണ്. 3. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി, അതും ശരിയാണ്. 4. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം, അത് തെറ്റാണ്. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകൾ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? തന്നിരിക്കുന്നത് 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി, അത് ശരിയാണ്. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്, അത് തെറ്റാണ്. വയനാട് ജില്ലയിലാണ് കലാപം നടന്നിട്ടുള്ളത്. 3. കലാപത്തെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു, അതും തെറ്റാണ്. വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചത് മലബാറിലെ കാർഷിക ലഹളകളെക്കുറിച്ച് പഠിക്കാനാണ്. പ്രധാനമായും മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ടാണ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചത്. 4. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു, അതും ശരിയാണ്. ഇതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം, അത് തെറ്റാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്, അതും തെറ്റാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമിയുടെ കൃതിയാണ്. വൈകുണ്ഠസ്വാമികൾ ദർശനമാല, അതും തെറ്റാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി, അതാണ് ശരിയായിട്ടുള്ളത്. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടേതാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠസ്വാമികളുടേതാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. ജാതിക്കുമ്മി പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ്റേതാണ്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏത്? ഉത്തരം ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി സി.പി. രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി സർദാർ കെ.എം. പണിക്കർ. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആര്? ഉത്തരം ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ.
വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി ഇറയിളി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മലബാർ. ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമികൾ. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി വിദ്യാപോഷിണി. സ്വാതന്ത്ര്യസമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? സ്വാതന്ത്ര്യസമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി CP ഗോവിന്ദപിള്ള. മാറുമറക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? മാറുമറക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ചാന്നാർ ലഹള. താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഉത്തരം ഓപ്ഷൻ സി തലക്കൽ ചന്തു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. തന്നിരിക്കുന്നത് കുറിച്യ ലഹള 1812 നടന്നിട്ടുള്ളത്. സന്യാസി കലാപം 1770 മുതൽ 1820 വരെയാണ്. സാന്താൾ കലാപം 1885 പഴശ്ശി കലാപം ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 97 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ആദ്യം സന്യാസി കലാപം, പിന്നീട് പഴശ്ശി കലാപം, പിന്നീട് കുറിച്യ ലഹള, പിന്നീട് സാന്താൾ കലാപം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? ഉത്തരം വന്നത് ഓപ്ഷൻ എ ആണ്, KA മുഹമ്മദ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. 1. കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ, അത് ശരിയാണ്. 2. വൈകുണ്ഠസ്വാമികൾ ആത്മവിദ്യാസംഘം, അത് തെറ്റാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 3. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, അത് ശരിയാണ്. 4. അയ്യങ്കാളി സമത്വ സമാജം, അതും തെറ്റാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഇതിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇല്ലിക്കുന്ന്. പഴശ്ശി രാജാവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? പഴശ്ശി രാജാവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നത് മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു, അത് ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു, അത് തെറ്റാണ്. ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു, അത് ശരിയാണ്. ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു, അതും ശരിയാണ്. ഇതിൽ ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്.
ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി AK ഗോപാലൻ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നാണ്? അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വെങ്ങാനൂരിൽ നിന്ന്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്നും കവടിയാർ വരെയായിരുന്നു യാത്ര നടത്തിയത്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ്? അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പുന്നപ്ര വയലാർ സമരം. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആര്? ഉത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി വെങ്ങാനൂർ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ച വർഷം ഏതാണ്? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1797. 1793 മുതൽ 97 വരെയായിരുന്നു ഒന്നാം പഴശ്ശി കലാപം ഉണ്ടായിരുന്നത്. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയാണ്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കലാപം ഏതാണ്? കുരുമുളകിൻ്റെ വ്യാപാരിക കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. ഏത് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പഴശ്ശി വിപ്ലവം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1930. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നത് 1. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അത് തെറ്റാണ്. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോവിലാണ് ജനിച്ചത്. 2. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്ന് അറിയപ്പെടുന്നു. അത് ശരിയാണ്. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. അതും ശരിയാണ്.
കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അതും ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ 2, 3, 4 മാത്രമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 1. കലാപം നടന്നത് 1812 അത് ശരിയാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെയാണ് നിയോഗിച്ചത്. അത് തെറ്റാണ്. രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. 3. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അതും തെറ്റാണ്. കലാപത്തിൻ്റെ പ്രധാന നേതാവ് രാമൻ നമ്പിയായിരുന്നു. 4. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അത് ശരിയാണ്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. അതും ശരിയാണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. അതും ശരിയാണ്. 4. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. അത് തെറ്റാണ്. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് കോഴിക്കോട് ആയിരുന്നു. ഇതിൽ ശരിയായത് 1ഉം 2ഉം 3ഉമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏതാണ്? തന്നിരിക്കുന്നത് 1. അതിർത്തി ഗാന്ധിയുടെ മരണം, അതായത് ഖാൻ അബ്ദുൽ ഗാഫറിൻ്റെ മരണം 1988 ജനുവരി 20 2. മലബാർ കലാപം 1921 3. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 4. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം 1964 മെയ് 27 കാലഗണന അനുസരിച്ച് ആദ്യം വരുന്നത് മലബാർ കലാപം, പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം, പിന്നീട് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, പിന്നീട് അതിർത്തി ഗാന്ധിയുടെ മരണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 1937. തെബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തെബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ബംഗാൾ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ്? താഴെ നൽകിയിരിക്കുന്ന സംഭവങ്ങളിൽ തെറ്റായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കുറിച്യ കലാപം 1810 എന്നാണ് തന്നിട്ടുള്ളത്. കുറിച്യ കലാപം നടന്നത് 1812 ബാക്കി കുണ്ടറ വിളംബരം 1809 കുളച്ചൽ യുദ്ധം 1741 ആറ്റിങ്ങൽ കലാപം 1721 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ 5. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു?
ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് പുന്നപ്ര വയലാർ സമരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, കീഴരിയൂർ ബോംബ് കേസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കീഴരിയൂർ ബോംബ് കേസ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിരുന്നത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ടി.കെ. മാധവൻ. 1817 ഗൗരി പാർവതിബായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? 1817 ഗൗരി പാർവതിബായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി വി.ടി. ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? തന്നിരിക്കുന്നത് ഭരണപരിഷ്കരണം, കുടിയായ്മ പ്രശ്നം, ജനസംഖ്യാനുപാത സംവരണം, ഖിലാഫത്ത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ജനസംഖ്യാനുപാത സംവരണം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവന ആയിരുന്നു? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി അർണോസ് പാതിരി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴ. ഈ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ ആരും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി പറയുക. അടുത്ത ഒരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.